മാധവ് ഗാഡ്ഗിലിന്റെ വിയോഗം അത് നമ്മൾ പറയുകയായിരുന്നു. ഈ പരിസ്ഥിതി സംരക്ഷകൻ അല്ലെങ്കിൽ പശ്ചിമഘട്ട സംരക്ഷകൻ എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം പരിസ്ഥിതിയുടെ ശബ്ദമായി മാറുകയായിരുന്നു. പരിസ്ഥിതിക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് അത് അദ്ദേഹം വിളിച്ചു പറയുകയായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം. പലപ്പോഴും പലരും ഒറ്റപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകൾ അദ്ദേഹത്തിന് നേരെ കരിങ്കൊടികൾ ഉയർത്തിയപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉറച്ച ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് നമ്മൾ കാണുകയും ചെയ്തു. എന്നിട്ടും ഇവിടെയുള്ള പലരും അനങ്ങിയില്ല. ഇപ്പോൾ അദ്ദേഹം നമ്മളോട് വിട പറയുകയാണ്. മനുഷ്യരെക്കാൾ നഷ്ടം പരിസ്ഥിതിക്ക് തന്നെയാണ്. എങ്ങനെ അനുസ്മരിക്കുന്നു താങ്കൾ? ഒരു ജന്മമാണ് അദ്ദേഹം. പരിസ്ഥിതിക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുമ്പോൾ മാനവരാശിക്കെതിരായി അദ്ദേഹം സംസാരിക്കുന്നതായി, മനുഷ്യനെതിരായി അദ്ദേഹം സംസാരിക്കുന്നതായി ഞാൻ വ്യക്തിപരമായി പറയട്ടെ. എനിക്ക് ഈ സമയത്ത് ഒരു ക്ഷമാപണം ആ ആത്മാവിനോട് പറയാനുണ്ട്. കാരണം അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചവരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിനെതിരെ സമരം നടത്തിയിട്ടുണ്ട് ഞാൻ. കാരണം അദ്ദേഹം ചിന്തിച്ചതും പറഞ്ഞതും പരിസ്ഥിതി എന്ന നിലയിലല്ല, സമൂഹത്തിന്റെ നന്മയെ മുൻനിർത്തി സംരക്ഷിക്കപ്പെടേണ്ട പരിസ്ഥിതിലോല മേഖലകളെ അതാത് രീതിയിൽ സംരക്ഷിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനെ ഇവിടെ വലിയ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയും പശ്ചിമഘട്ടത്തില് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക മാത്രമല്ല, അതിനെ ദുരുപയോഗം ചെയ്തു സർക്കാർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 2013 ആണ് പശ്ചിമഘട്ടത്തിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ നോട്ടിഫിക്കേഷൻ വരുന്നതിന് പുറകിലൊക്കെ അദ്ദേഹം പറഞ്ഞതിനപ്പുറത്തേക്ക് കുടിയേറ്റ കർഷകനെ ഈ മലയോര കാർഷിക മേഖലയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാനുള്ള രാജ്യങ്ങളുടെ, പ്രത്യേകിച്ചും കാർബൺ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട്, വികസിത രാജ്യങ്ങളുടെ കാർബൺ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് അങ്ങനെ ഒരു അജണ്ട കൂടി അന്നത്തെ സർക്കാരിനുണ്ടായിരുന്നു എന്ന് പറയാൻ, അതിന്റെ ചുമതല മുഴുവൻ, അതിന്റെ പാപഭാരം മുഴുവൻ യഥാർത്ഥത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ തലയിൽ കെട്ടിവെക്കായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും നമുക്ക് പറയാൻ കഴിഞ്ഞത് ഒരിക്കലും പരിസ്ഥിതിയെ ഉപദ്രവിക്കാതെയുള്ള ഒരു ഡെവലപ്മെന്റിനും അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എതിരായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ നടത്തിയ വിശകലനവും അതിന്റെ പുറത്തിറക്കിയ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനും യഥാർത്ഥത്തിൽ കർഷക വിരുദ്ധമായിരുന്നു, കുടിയേറ്റ കർഷക വിരുദ്ധമായിരുന്നു. അതിന്റെ പാപഭാരം മുഴുവൻ അന്നത്തെ സർക്കാർ അത് അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. പക്ഷെ തിരിച്ചറിയാൻ നമ്മൾ വൈകി. പിന്നീട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചതല്ല അത് സർക്കാർ നടപ്പിലാക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അവസരത്തിൽ ആ ആത്മാവിനോടുള്ള ഒരു ക്ഷമാപണം കൂടി ഈ സമയത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പരിസ്ഥിതിയെ മാത്രമല്ല, പരിസ്ഥിതിയോടൊപ്പം മാനവരാശിയും മനുഷ്യരെയും സ്നേഹിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രപ്പോസൽ കൃത്യമായി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. മനുഷ്യനെതിരായിട്ട് പരിസ്ഥിതിക്കൊപ്പം നിലകൊണ്ടതല്ല, മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കണമെന്ന് വാദിച്ച ഒരു മനുഷ്യസ്നേഹി കൂടി ആയിരുന്നു മാധവ് ഗാഡ്ഗിൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായും നമുക്കറിയാം, അദ്ദേഹം ശാസ്ത്ര ജീവിതത്തിൽ ഒരു 6 പതിറ്റാണ്ടോളം കാലം ചെലവഴിച്ചപ്പോൾ ഒരു ജനപക്ഷ ശാസ്ത്രജ്ഞനായി മാറുകയായിരുന്നു അദ്ദേഹം. ശ്രീ ഷോൺ ജോർജ് സൂചിപ്പിച്ചതുപോലെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിൽ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വനവാസികളായിക്കോട്ടെ, കർഷകരായിക്കോട്ടെ, മത്സ്യത്തൊഴിലാളികളെ ആയിക്കോട്ടെ, ഇവരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. വളരെയധികം നന്ദി ശ്രീ ഷോൺ ജോർജ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഐസൺ ജ്യൂസിലേക്ക് പോവുകയാണ്. ഐസൺ, ശ്രീ ഷോൺ ജോർജ് പറഞ്ഞതുപോലെ അദ്ദേഹം പറയുകയാണ് ഈ നിമിഷത്തിൽ ആ ആത്മാവിനോട് ക്ഷമാപണം നടത്തുകയാണ് എന്ന്. പലപ്പോഴും ശ്രീ മാധവ് ഗാഡ്ഗിലിൻ്റെ വാക്കുകളെ വളച്ചൊടിക്കപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം നടന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തിരസ്കരിക്കാനുള്ള ഒരു ശ്രമം നടന്നു. ഇതിനോടൊക്കെ തന്നെ അന്ന് വിയോജിച്ചവർ ഇപ്പോൾ അദ്ദേഹം എന്താണോ പറഞ്ഞത് അതിൻ്റെ നിജസ്ഥിതി തിരിച്ചറിയുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ നിർണായകമല്ലേ?